ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ആത്മവിദ്യ അഭ്യസിക്കേണ്ടത് വാർദ്ധക്യം വന്നതിന് ശേഷം അല്ല. വാർദ്ധക്യം വന്നതിന് ശേഷം ആവാം എന്ന് കരുതുന്നത് ഭക്ഷണത്തിന് വേണ്ടി വിശക്കുമ്പോൾ അരിക്ക് കടയിലേക്ക് പോകാം എന്ന് കരുതുന്നത് പോലെയാണ്. നല്ല വിശപ്പ് വന്ന ശേഷമാണ് അരി കൊണ്ടുവരാൻ കടയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ കുറച്ച് വിത്ത് അടുത്തുണ്ട്, ആ വിത്ത് വിതച്ച് അത് വളർന്ന് അത് നെല്ലായി കതിര് വന്ന് അത് മൂത്ത് പഴുത്ത് അതരിഞ്ഞു കൊണ്ടുവന്ന് നെല്ല് പുഴുങ്ങി കുത്തി ചോറുണ്ണാം എന്ന് കരുതുന്നത് പോലെയാണ്. വിശപ്പ് വരുമ്പോൾ അന്വേഷിച്ചാൽ പോരാ, അതിനു മുമ്പേ വേണം. അതുപോലെ നാം നല്ല ആരോഗ്യവും ശക്തിയും ചുറുചുറുക്കും ഉള്ളപ്പോൾ വേണം ആത്മ അന്വേഷണം തുടങ്ങാൻ. വാർദ്ധക്യമാകുമ്പോൾ അവശതയായി, അപ്പോൾ നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. നേടിവെച്ചതെന്തോ അത് മാത്രം അനുഭവിക്കുക, അതേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നല്ല കാലത്ത് വേണം ഇതൊക്കെ അറിയാൻ എന്ന് ഒരു കവി പറയുകയാണ്. ബാല്യം തൊട്ട് തുടങ്ങണമാരും നാളേക്കാക്കരുതാത്മവിചാരം, വൃദ്ധത വന്നാലെങ്ങനെ ഇന്ദ്രിയ മത്തഗജങ്ങളെ വെല്ലും മർത്യൻ. നല്ല ഒരു ചോദ്യവുമായിട്ടാണ് വരുന്നത്. ബാല്യം തൊട്ട് തുടങ്ങണമാരും, കുട്ടിക്കാലം മുതലേ തുടങ്ങണം. നാളേക്കാക്കരുതാത്മവിചാരം, ആത്മവിചാരം നാളെയാകാം പിന്നെയാകാം. ഇപ്പം അടിപൊളി ജീവിതം നമുക്ക് നയിക്കുക, വാർദ്ധക്യം വരട്ടെ അപ്പോഴൊക്കെ മതി എന്ന് കരുതിയിരിക്കുന്നവർക്ക് ഒരിക്കലും ഇത് സാധിക്കുകയില്ല. അതുകൊണ്ട് വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഇന്ദ്രിയങ്ങളായുന്ന മത്തഗജങ്ങളെ മതം പിടിച്ച ആനയെ മെരുക്കിയെടുക്കുന്നത് പോലെ വേണം. അത്തരത്തിലുള്ള ശക്തിമത്താണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും. ആ മനസ്സിനെ വൃദ്ധാവസ്ഥയിൽ ഒരിക്കലും നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയില്ല. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും സ്വായത്തമാക്കണമെങ്കിൽ അതിന് അതിൻ്റേതായ നല്ല ആരോഗ്യവും യൗവനവും ഉള്ളപ്പോൾ വേണം. അതുകൊണ്ടാണ് പറയുന്നത്, ബാല്യം കുട്ടിക്കാലം മുതൽ ബാല്യം തൊട്ട് തുടങ്ങണമാരും നാളേക്കാക്കരുതാത്മവിചാരം. നാളെ ആവാം എന്ന് നമ്മൾ ഒരിക്കലും നീട്ടിവെക്കരുത്. പലരും ഇന്ന് അങ്ങനെയാണ്, ഇപ്പം യൗവനത്തിൽ ഇതൊക്കെ അല്ലാതെ അതൊക്കെ ഒരു 60 കഴിയട്ടെ എന്നിട്ടാകാം എന്ന് പറഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് നീട്ടിവെക്കും. വാർദ്ധക്യം വരുമ്പോഴേക്കും ശരീരത്തിന് അവശത വന്നു, പലതരത്തിലുള്ള രോഗങ്ങൾ വന്നു. മുട്ടുവേദന, ഉരവേദന, കഴുത്ത് വേദന, പല വേദനകളായി. പിന്നെ വേദനകളിലായി ശ്രദ്ധ മുഴുവൻ. ഇരിക്കാൻ വയ്യ, ഇരുന്നാൽ എണീക്കാൻ വയ്യ. ഇത്തരത്തിലുള്ള അവശതകൾ പലതും ശരീരത്തെ കാത്തിരിക്കുന്നുണ്ട്. അതിനാൽ വാർദ്ധക്യം ആനന്ദപ്രദമാകണമെങ്കിൽ നല്ല കാലത്ത് തന്നെ ഇത്തരം ആത്മവിദ്യ സ്വായത്തമാക്കിയിരിക്കണം. എന്നാൽ വാർദ്ധക്യം വളരെ ആനന്ദപ്രദമായി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. ബാല്യം തൊട്ട് തുടങ്ങണമാരും നാളേക്കാക്കരുതാത്മവിചാരം, വൃദ്ധത വന്നാലെങ്ങനെ ഇന്ദ്രിയ മത്തഗജങ്ങളെ വെല്ലും മർത്യൻ.